ഹലോ ഗൈസ്, കോഴിക്കോട് നടന്ന അതിദാരുണമായ മരണത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ബിസ്മി 37 വയസ്സുകാരൻ മരണപ്പെട്ടത് ചികിത്സ കിട്ടാത്തത് കൊണ്ടല്ല, നമ്മുടെ കേരളത്തിൽ ചികിത്സ കിട്ടത്തില്ലെന്നുള്ള അവസ്ഥ കൊണ്ടല്ല, ചികിത്സ നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിൽ മുന്തിയ ഹോസ്പിറ്റലുകളുണ്ട്, പൈസ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകൾ ധാരാളമുണ്ട്. അവിടെ ഒന്നും പോകാതെ നമ്മുടെ കേരളത്തിൽ ജനിച്ച് വളരുന്നവർക്ക്, ഐഡന്റിറ്റി ഉള്ളവർക്ക് അങ്ങനെ ഒരു സംവിധാനവും സൗകര്യവും കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഹോസ്പിറ്റലുകളിൽ, സർക്കാർ ഹോസ്പിറ്റലുകളിൽ, അതിൽ സർക്കാരിന് ഉള്ള പൈസയല്ല, നമ്മുടെ നികുതി പൈസ കൊണ്ട് പണിത് ഒരുക്കിയ സർക്കാർ ഹോസ്പിറ്റലുകളിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെല്ലാം നമ്മുടെ നികുതി പൈസ കൊടുക്കുന്ന ഹോസ്പിറ്റലും അവിടുത്തെ ജോലിക്കാരും അവിടെ നടന്നിരിക്കുന്നത്, നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പണിതൊരുക്കിയ ഹോസ്പിറ്റലുകളിൽ നടക്കുന്നത് സർക്കാർ വേട്ടയല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോകുവാണ്. ഇത് കേരള ജനങ്ങളുടെ അവകാശമാണ്, ഇത് ആരുടെയും ഔദാര്യമല്ല. ഞങ്ങൾ ഓരോരുത്തരും അടയ്ക്കുന്ന നികുതി പണം കൊണ്ടാണ് കേരളത്തിലെ ഓരോ സർക്കാർ ആശുപത്രികളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടേണ്ട ചികിത്സ ഇത് ആരുടെയും ഔദാര്യമല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട, മറിച്ച് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ്. ന്യൂസിൽ വന്നിരിക്കുന്ന ആ CCTV ഫുട്ടേജ് ഒന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്നൊരു പരാതി കഴിഞ്ഞ ദിവസം വന്നിരുന്നത് തുടർന്നൊരു യുവാവ് മരിച്ചതും എന്തായാലും നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ബിസ്മിന് അസ്വസ്ഥതയുണ്ടാകുന്നതും സഹായം തേടുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. പ്രാഥമിക ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണത്തിന് തെളിവാകുന്ന ഒരു ദൃശ്യം കൂടിയാണിത്. CCTV ദൃശ്യങ്ങളാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ 19-ാം തീയതിയാണ് ബിസ്മിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്, കടുത്ത ശ്വാസമുട്ടൽ ഉണ്ടാകുന്നത്. 13 വയസ്സ് മുതൽ ഹൃദ്രോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള ആളാണ് ബിസ്മിൻ. 37 വയസ്സായിരുന്നു. രാത്രി ബുദ്ധിമുട്ട് കൂടിയപ്പോൾ ബിസ്മിനെ ഭാര്യ ജാസ്മിനാണ് സ്കൂട്ടറിൽ ഇരുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നത്. വിളപ്പിൽശാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് എത്തിക്കുന്നത്. അതൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്, അതായത് 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്ന ആരോഗ്യ കേന്ദ്രം തന്നെയാണ് അത്. ആ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അതിന്റെ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ ഏതാനും മിനിറ്റുകൾ നീളുന്ന CCTV ദൃശ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന ഒരു കാര്യം, ബിസ്മിൻ കടുത്ത ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ സഹായത്തിനായി തേടുന്നുണ്ട്, പരിഭ്രാന്തയാകുന്നുണ്ട്. പല വട്ടം ഈ ആശുപത്രിക്ക് അകത്തേക്ക് സഹായം തേടുന്നതിനായി അവരൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ അവിടേക്ക് കടക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുന്നതാണ്. ഏതാനും മിനിറ്റുകൾ എന്തായാലും അവർ ആ സഹായത്തിന് വേണ്ടി തേടുന്നുണ്ട്, അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ബിസ്മിന് ആശുപത്രിയിൽ വെച്ച് പ്രാഥമിക ചികിത്സ പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് പരാതിയായി വരുന്നത്. അതിൽ ഓക്സിജൻ സപ്പോർട്ട് അടക്കം നൽകാൻ തയ്യാറായില്ല എന്നുള്ള പരാതി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്ന്, അതായത് വിളപ്പിൽശാല ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകാനാണ് അവിടെ ആവശ്യപ്പെട്ടത്. പക്ഷേ രോഗിയെ സ്റ്റേബിൾ ആക്കുന്നതിനുള്ള, പ്രാഥമിക ചികിത്സ നൽകി രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായ ഒന്നും തന്നെ അവിടെ ചെയ്തില്ല എന്നുള്ളൊരു പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. ബിസ്മിനെ അപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിലും പ്രാഥമിക ചികിത്സ അദ്ദേഹത്തിന് നൽകിയിരുന്നു എന്ന് കുടുംബത്തോട് അവിടുത്തെ ഡോക്ടർമാർ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ വിളപ്പിൽശാല ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കാതിരുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തത് എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. ഇത് സംബന്ധിച്ച് കുടുംബം DMOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടാണ് DMOയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. നമ്മൾ വിളപ്പിൽശാല ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു. അവർ വിശദീകരിക്കുന്നത് സാധ്യമായ ചികിത്സയൊക്കെ തന്നെ, അതായത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൽകാനാകുന്ന ചികിത്സയൊക്കെ തന്നെ ബിസ്മിന് നൽകിയിരുന്നു എന്നുള്ളതാണ് ആശുപത്രി. അതിദാരുണമായി ബിസ്മിൻ വേദന അനുഭവിച്ച് ഹോസ്പിറ്റലിൽ വരുമ്പോൾ 24 മണിക്കൂർ തുറന്നിട്ടിരിക്കുന്ന ഹോസ്പിറ്റൽ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് ജനങ്ങളെല്ലാം പട്ടി എന്നുള്ള വിലയിരുത്തി അവര് പോത്തുപോലെ കടന്നുറങ്ങുന്ന ഒരു പ്രവൃത്തി. പട്ടികളെന്ന് പറയുന്നത്, അവർ പറയുന്നു ഹോസ്പിറ്റലിൽ പട്ടി അകത്തുള്ളിൽ കയറും, അതുകൊണ്ട് അവരെല്ലാം ഗ്രില്ലും ഡോറും എല്ലാം അടച്ചിട്ടിരിക്കുന്നു. ഈ പട്ടികളെ ആരാണെന്നാണ് ഇവർ വിശേഷിക്കുന്നത്? ജനങ്ങള്. അതുകൊണ്ടാണല്ലോ ഒരു പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാതെ അവരെ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് കയറ്റിവിട്ടത്. ആംബുലൻസിൽ പോലും കയറാൻ താല്പര്യം കാണിക്കാത്ത കുറെ ജീവനക്കാര്. ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർക്ക് എന്താണ് ആവശ്യം ഇതിനുള്ളത്? സർക്കാർ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഇവർ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് വന്ന് ജോലി ചെയ്യുന്നത് ഇവർ കിടന്നുറങ്ങുന്ന പ്രവൃത്തിയാണ്. ഇത് നോക്കാൻ മോണിറ്റൈസ് ചെയ്യാൻ സൂപ്പർവൈസറായിട്ട് ഗവൺമെന്റിൽ നിന്ന് സംവിധാനം ആരെങ്കിലും ഉണ്ടോ? ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? ഇല്ല.
ഗവൺമെന്റിന് പൈസ കൊടുക്കാം. എന്തുകൊണ്ട്? ഗവൺമെന്റിന് ഒരു നഷ്ടമില്ല. ജനങ്ങളുടെ നികുതി പണമാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് ജീവനക്കാർക്കും ഒരു വിഷയമില്ല. ജീവനക്കാരെ ശ്രദ്ധിക്കാനോ നിയന്ത്രിക്കാനോ ഒരു മനുഷ്യനില്ല. മോണിറ്റൈസ് ചെയ്യുന്നില്ല. ഇവർ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർക്ക് കടന്നുറങ്ങിയാൽ മതി. അതുകൊണ്ട് ഇവർക്ക് പട്ടി വരുമെന്ന് ജനങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, ജനങ്ങളെ പട്ടി എന്നുള്ള സംഭാഷണം വിലയിരുത്തി അവർ ഡോറടച്ചിട്ടിരിക്കുന്നു. അവർ പട്ടി എന്ന് പറഞ്ഞത് വെറും പട്ടിയല്ല, ജനങ്ങളെയാണ് പട്ടി എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണക്കാരനായ ഞങ്ങൾ ബിസ്മിൻ മരണപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറയാൻ മാത്രം പറ്റും. അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം. പക്ഷെ ജീവൻ പോയ ബിസ്മിന്റെ ജീവൻ നിങ്ങൾ ജീവനക്കാർക്കോ സർക്കാരിനോ തിരിച്ചു തരാൻ പറ്റുമോ?